അഫെയറിലിരിക്കുന്ന ആൾക്കാർ ചിലർ എന്നോട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അവർ പറയുന്നത് എൻ്റെ സുഹൃത്ത് ചില കാര്യങ്ങൾ എന്നെ വളരെ കൺട്രോൾ ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒന്നിൽ ഫോൺ വിളിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ എടുത്തോണം, അഥവാ ഏതെങ്കിലും കോളിലാണെങ്കിൽ ആരാണ് എന്താണെന്നൊക്കെ ഭയങ്കര ചോദ്യമാണ്, കൺട്രോളിംഗ് ആണ്. അതുപോലെ വീട്ടുകാരോട് ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നു എന്നുള്ളതിനകത്ത് കൺട്രോളിംഗ് ആണ്. അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിങ്ങിൽ ഭയങ്കര കൺട്രോൾ, അത് അങ്ങനെ ഇടാൻ പാടില്ല, ഇങ്ങനെ ഇടാൻ പാടില്ല, ഷോർട്ട് ടോപ്പ് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഷോൾ അങ്ങനെ ഇടണം, സ്ലിറ്റിന് ഇത്രയും ഇറക്കം കൂടിപ്പോരാ, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള കൺട്രോളിങ് വയ്ക്കുന്നു. അപ്പോൾ ഇത് ആദ്യമൊക്കെ എന്നിട്ട് പറയും, എനിക്ക് നിന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ടാണെങ്കിൽ പെൺകുട്ടികളോട് പറയും, നിന്നെ മറ്റ് ആൺകുട്ടികളൊന്നും മോശമായിട്ട് നോക്കുന്ന എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിന്നുള്ള കരുതൽ കൊണ്ടാണ് പറയുന്നതെന്നൊക്കെ പറയും. ചിലപ്പോൾ ഓർക്കും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്നൊക്കെ വിചാരിക്കും. എന്നാൽ ചില കുട്ടികൾക്ക് മനസ്സിലായി ഇതൊരു പൊസസീവാണ്, ഓവർ കൺട്രോളിംഗ് ആണെന്നൊക്കെ വിചാരിച്ചിട്ട് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതികരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ ചിലർ പറയാറുണ്ട്, ഇത് എനിക്കും ഓക്കെയാണ്, എൻ്റെ വീട്ടുകാർക്കും ഓക്കെയാണ്, അപ്പോൾ നിങ്ങൾ എന്നെ ഇപ്പോഴേ ഇങ്ങനെ കൺട്രോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പിനെ ഞാൻ റീതിങ്ക് ചെയ്യുന്നുണ്ട് എന്ന് വളരെ അസേർട്ടീവായിട്ട് പറയുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, സ്നേഹം എന്ന് പറയുന്നതും പൊസസീവ് ലവും രണ്ടാണ്. കൺട്രോളിങ് തിരിച്ചറിയുക. നിങ്ങൾക്ക് എങ്ങനെയുള്ളൊരു ലൈഫാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് തീരുമാനമെടുക്കുക.